ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. മാസങ്ങൾക്ക് ശേഷം സുഹേൽ ഷെയർ വ്ളോഗ്സിൽ പുതിയൊരു വ്ളോഗ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളപ്പം ഇന്ന് കുഞ്ഞുണ്ട്, പിന്നെ കൊച്ചിയിലില്ലാത്ത ബിസി കാണിക്കണ അല്ലു ചെക്കനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഷൂട്ടിന് വന്നിക്കണത് കഫേ 43-ലാണ്. അപ്പോൾ കുഞ്ഞു ക്യാമറ പിടിച്ച്. അപ്പം എനിക്ക് ഈ കടയിൽ വരുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഒരു വ്ളോഗർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിന്നൊരു ചെറിയ ഒരു എളിയ വ്ളോഗർ ആയിട്ടുണ്ടെങ്കിൽ അതിന് നടക്കുന്നത് കഫേ 43. അപ്പൊ നമ്മുടെ സ്വന്തം ബ്രോ റിസ്വാൻ ബ്രോ പണിയിലാണ്. പുള്ളി വിളിച്ചപ്പോ തന്നെ നമ്മ ഓടിയെത്താനും കാരണം എന്താണ്, ഫസ്റ്റ് വീഡിയോ ഇടുന്ന തുടങ്ങിയോണ്ടാണ് നമ്മ ഇത്ര എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ ഞാൻ തുടങ്ങിയപ്പോ 1200 ഫോളോവേഴ്സ് ഉള്ളൂ. ഇപ്പൊ മാഷാഅല്ലാഹ് 800 ഫോളോവേഴ്സ് ഉണ്ട്. അത് ഇത്ര വരെ എത്താൻ വേണ്ടി നമുക്ക് മോട്ടീവ് വന്ന ആദ്യത്തെ കൊളാബറേഷൻ, അതായത് ഈ വീഡിയോ കാണുന്ന ചെറിയ ചെറിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ആർക്കാണെങ്കിലും ഈ ഒരു മോശം മനസ്സിലാവും. ആദ്യത്തെ കൊളാബറേഷൻ കിട്ടുമ്പോ നമ്മ അങ്ങോട്ട് കാണിച്ച് ക്യാമറ ആഹാ ജീപ്പിന്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് വണ്ടി വെച്ച് ഒളിച്ച് നടന്ന ആൾക്കാരെന്ത് വിചാരിക്കും, ആൾക്കാരെ കണ്ട് പേടിച്ച് എടുത്ത് എന്നിട്ട് നമ്മ ആ വീഡിയോ ഫസ്റ്റ് ചെയ്തതിന് 50 അടിച്ച്. അപ്പൊ തന്നെ 2 കൊളാബറേഷൻ വന്നു. അങ്ങനെ ട്രാക്കിലേക്ക് ആയത്. മെയിനായിട്ട് എനിക്ക് അതാണ് പറയാനുള്ളത്. പിന്നെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഇന്റീരിയർ കാര്യങ്ങളും അത്യാവശ്യം നല്ലൊരു ഗോവ സെറ്റപ്പിലുള്ള രീതിയിൽ ഇപ്പൊ ഫിഫയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാക്കിയുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ ഭംഗിയായിട്ടുള്ളതെന്ന് വെച്ചാല് ആ ലൈറ്റിന്റെ റൊണാൾഡോ അങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ വെക്കണം. ഒറ്റ കൈ പിടിച്ചാ. പിന്നെ ഫിഫ ആയിട്ട് കൂടാ ഞാൻ സംസാരിക്കും വെറുതെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ക്യാമറ ഉണ്ടോ. അതായത് ഇപ്പോൾ ഉള്ളില് നല്ല ഹൈജീൻ കിച്ചണാണ്. നമുക്ക് എന്തുകൊണ്ടും 100% നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ സാലേ പുലി വിളിച്ചേ ആണോ കുഞ്ഞു സാലേ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഉത്തരം പറഞ്ഞോട്ടാ. കാണിക്ക് ഈ ഫ്ലാഗ് ഏത് ടീമിന്റെ? ന്യൂസിലാൻഡാ പാടാ. ഫ്ലാഗ് ഏത് ടീമിന്റെ ആണ്? കോസ്റ്ററിക്ക ന്യൂസിലാൻഡ്. ഇതാ ക്രൊയേഷ്യ. ഇത് മറ്റേ 5 ടീം അടിച്ച അല്ലേ? ഇന്നത്തെ കളി പുലി ഇത് 5 ഗോൾ അടിച്ച ടീമിന്റെ ഫ്ലാഗ് അല്ലേ? 5 വേൾഡ് കപ്പ് ഉള്ള ടീമിന്റെ ഫ്ലാഗാണ്. ഞാൻ ജനിച്ചിട്ടുള്ള അർജന്റീന ഈ പ്രാവശ്യം അടിക്കൂ. ഈ പ്രാവശ്യം അർജന്റീന സംസാരിക്കലടാ എന്നാണ്. അർജന്റീനക്ക് പിന്നെ നമ്മ ജനിച്ച കപ്പ് ഉണ്ടെന്ന് പറയാം. ബ്രസീലിനുണ്ടോ ജനിച്ചതിന് ശേഷം നമ്മ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീമിനെ ചരിത്രം ഫുള്ള് നോക്കൂലേ? നോക്കണം. ജയിക്കാൻ വേണ്ടി ഒന്നും പറയൂലേ? ജയിക്കാൻ വേണ്ടി ന്യായം. ഏറ്റവും വലിയ ടീം ബ്രസീൽ തന്നെയാണ്. അതെന്നും ഞാൻ പറയും. ഏറ്റവും വലിയ ടീം ഹിസ്റ്ററി എടുത്ത് ഫുള്ള് നോക്കിയാൽ ഏറ്റവും വലിയ ടീം ബ്രസീലാണ്. ഉറപ്പാണ്. ഉറപ്പിക്കാം. തന്നെയാണ് ഒരു വട്ടം. നീയാണോ ഒരു പ്രാവശ്യം? നീയാണോ കാണാറില്ല യൂട്യൂബിൽ അടുക്കാകലടാ. പ്രാവശ്യം എനിക്ക് വേണ്ടി കാണ് അച്ഛനോട് വരൂ. വാ നമ്മ ചെക്കൻ ഇന്നലെ 2 ഗോൾ അടിച്ച് ഹാട്രിക് മിസ്സായെങ്കിലും സീനില്ല. പിന്നെ ഇതൊരു കാണിച്ച് വല്ലാരും നോക്കാൻ നല്ല ഇൻട്രസ്റ്റ് വൈബ് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മ ഇപ്പൊ കറക്റ്റ് ഉള്ളതെന്ന് വെച്ചാല് കടയുടെ ലൊക്കേഷൻ വന്നത് നമ്മുടെ യൂക്കോ ബാങ്ക് കുമാറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പുള്ളി. അപ്പൊ അവിടെ പ്രിപ്പയർ ആണ് നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ കൊന്നു എക്സൈറ്റഡ് ആണോ ഫുഡ് കഴിക്കാൻ? എക്സൈറ്റഡ് ആണോ ഫുഡ് കഴിക്കാൻ? എക്സൈറ്റഡ് ആണ്. നല്ല വിശപ്പുണ്ട്. വിശപ്പിന്നില്ല. ഞാൻ ആ വക്കയാട കൊണ്ടുള്ള വെറൈറ്റി ആണെന്ന് സുഹേല് പറഞ്ഞോണ്ട് മാത്രം ട്രൈ ചെയ്യാൻ വന്നത്. ഐറ്റം എന്താണ് ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അവക്കാഡോ ചീസ് ലോഡഡ് അവക്കാഡോ ജ്യൂസ് അത്ര കണ്ടിട്ടുള്ളൂ. അവക്കാഡോ ജ്യൂസ് അറിയാം. ഇന്ന് അവക്കാഡോ കൊണ്ടൊരു കളിയാണ്. അവക്കാഡോ കഴിച്ച് നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ എന്തായാലും ബാക്കി ഫുഡ് വന്നിട്ട് എടുക്കാല്ലേ? കട്ടേ കേട്ടാണോ? അപ്പൊ ഗൈസ് നമ്മുടെ മേക്കിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബ് ബ്ലോഗിനാണ്ടാ മേക്കിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്യാമറ ചെയ്യണ സഹലാണ്. ഏത് സമയത്തും ഏത് ആംഗിളിലും കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്ന ആളാണ്. പിന്നെ ബ്രോന്റെ പേരൊന്നും പരിചയപ്പെടുത്താണല്ലോ യൂട്യൂബ് യൂസിന്. അപ്പൊ നമ്മ വ്ളോഗ് തുടങ്ങിയപ്പോ ഫസ്റ്റ് വീഡിയോ എടുത്ത ഷോപ്പാണിത്.
അല്ലേ? നമുക്ക് തന്ന വലിയൊരു സപ്പോർട്ടായിരുന്നു. അതാണ് നമ്മൾ വിളിപ്പുറത്ത് ഈ ഷോപ്പിൽ നമ്മൾ എപ്പോഴും എത്തും. പിന്നെ സംഭവം റെഡിയാക്കാണ്. അവക്കാടോ വെച്ചുള്ള ഐഡിയ ബ്രോക്ക് എങ്ങനെയാണ് കിട്ടുന്ന ഐഡിയ? ഹെൽത്തിയും ആയിക്കോട്ടെ എന്നുള്ള മൂഡിലെടുത്ത്. ആ പിന്നെ അവക്കാടോ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്യുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റ്, നല്ല ടേസ്റ്റ് അവക്കാടോ. ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ട് കഴിക്കുമ്പോ തന്നെ നല്ല ടേസ്റ്റാണ് അവക്കാടോ. പുതിയ ടേസ്റ്റുകള് നമ്മുടെ കൊച്ചിക്കാർക്ക് എത്തിക്കുക എന്നുള്ളൊരു മിഷനിലാണ് നമ്മുടെ റെസ്റ്റോറന്റ് ബ്രോ ഈ ഷോപ്പ് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ആ നമ്മുടെ സഹൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് രാത്രിയും ഏത് രാവിലെയും ഏത് മതിലുമ്പോ തൂങ്ങിക്കിടന്നാലും സഹലിന്റെ ഷോട്ട് ക്ലിയർ ആയിട്ട് എടുക്കും. അപ്പൊ ബാക്കി നമുക്ക് വിശേഷങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മള് ഈ ഷൂട്ട് കഴിഞ്ഞ പരിപാടി ഇതാണ്. എനിക്ക് കുറച്ച് ഫുഡേ കിട്ടുള്ളൂ. പന്നോമാര് നല്ല ബ്ലാസ്റ്റിംഗ് ആണ്. അപ്പൊ എന്റെ അവസ്ഥ എല്ലാരും മനസ്സിലാക്കുക. എനിക്കൊരു കടി അടിച്ചിട്ട് പിന്നെ ടീമിൽ എടുത്തോണ്ട് പോകും. കുഞ്ഞു ഫുഡ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? മോമോസും അടിപൊളി. ഇതിന്റെ അവക്കാടോണ്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതെ, ബർഗറും കൊള്ളാലോ. ബർഗർ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. നിങ്ങൾക്ക് വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ വന്നാലും നിരാശപ്പെടൂല ഈ കഴിച്ച കാണല്. അത് ഞാൻ ഒന്ന് പിടിച്ച ഒരു കയ്യില്. അപ്പൊ ഞാൻ എപ്പോഴും വ്ളോഗ് ചെയ്യുമ്പോ കഴിക്കണ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യൂല, സ്ഥലല്ലേ നമ്മ എപ്പോഴും എന്ത് ചെയ്യും, ഇത് വീഡിയോ പറയണം, നമുക്ക് പേയ്മെന്റ് ചെയ്യാം, നമുക്ക് ഇത് വീഡിയോ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഓപ്പൺ ആയിട്ട് പറയും. നമ്മ ചെയ്യണ സംഭവം പിന്നെ ആവറേജ് ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട്. അന്ന് ഇവിടെ നിന്ന് തന്നെ ഒരു സംഭവം എന്തോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഇല്ല. അപ്പൊ നമ്മ ഈ കഴിച്ച സംഭവങ്ങൾ നിങ്ങൾ വന്നിട്ട് എന്താ കഴിക്കാൻ വേണ്ടി ആദ്യം കഴിച്ചു ഫാർ ബെറ്റർ ഒന്ന് കഴിക്കട്ടെട്ടാ. ഓ ഈ ഹണി ഐറ്റം ഓക്കെ. അവക്കാടോ ചില്ലി ഫ്ലേക്സും ബ്രോ ഒരു പരിപാടി പറഞ്ഞു. അത് നല്ല മൂട് വെറുതെ പറഞ്ഞിട്ടാ. അന്ന് പറഞ്ഞില്ല ഓർഡറിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അവളുള്ള പറഞ്ഞു 4 അടിപൊളിയാണ്. മറ്റേ ചിക്കൻ മാറ്റി നോർമൽ നമ്മ മേടിയാണ് റോസ്റ്റഡ് ആണ് കൊള്ളാം, സൂപ്പർ. നമുക്ക് എല്ലാവർക്കും വെറുതെ പോലെ അറിയാലോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ കയ്യിലാണ് എത്തരം കൊള്ളാം, ശരിക്കും കൊള്ളാം. വീഡിയോ എന്തായാലും നാളത്തേക്ക് ഇറങ്ങും. അപ്പൊ നമ്മ ഈ കഫേ 43 വന്ന് വ്ളോഗ് ചെയ്ത വീഡിയോ ആണത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ യൂട്യൂബ് അതിപ്പോ തുടങ്ങിട്ടോ. ഓൾ ഇന്ത്യ ഫ്രീ ആണ്. എന്ത് ഫുള്ള് ഫ്രീ? ഫുള്ള് ഫ്രീ. കപ്പടിക്കും ഒരു ദിവസത്തേക്ക് ഫ്രീ, ഫുള്ള് ഫ്രീ. കപ്പടിച്ച യൂറോ കപ്പടിച്ച നമുക്ക് ഫിഫ അടിക്കാം. പോർച്ചുഗല് സ്പെയിനെയും ഫ്രാൻസിനെയും പൊട്ടിച്ചിട്ട് യൂറോ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതും അടിക്കാം. പിന്നെ പോർച്ചുഗൽ കപ്പടിച്ച 100 പേർക്ക് പാവങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അതെന്റെ വാക്ക്. ഉറപ്പാണ്. അപ്പൊ ചെറിയ വ്ളോഗായിരുന്നു. അപ്പൊ അടുത്ത വ്ളോഗായിട്ട് വന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. യൂട്യൂബ് ചാനലൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ബൈ.